ഇതാണ് ശിവാനന്ദ ആശ്രമം. ഉത്തരകാശിയിലുള്ള നേത്തല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശിവാനന്ദ കുട്ടീർ എന്നാണ് ഈ ആശ്രമത്തിൻ്റെ പേര്. ഇവിടെയാണ് ഞാൻ കുറച്ച് നാൾ ഉണ്ടായിരുന്നത്, 2-3 കൊല്ലം മുന്നേ. സോ ഇത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള സ്പേസാണ്. ഇതാണ് ഗംഗാനദി. ഈ ഗംഗാനദിയിൽ നമുക്ക് കുളിക്കാൻ സാധിക്കും. നമുക്ക് താഴേക്ക് ഇതിൽ കൂടെ ഇറങ്ങി, താഴേക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടുന്ന് ഇറങ്ങി നമുക്ക് ഗംഗയിലേക്ക് ഇറങ്ങാം, ഗംഗാ സ്നാനം എടുക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്. ഇതിപ്പോൾ മഴയാണ്, മഴക്കാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഹിമാലയ മൗണ്ടൻ റേഞ്ചസ് ആണിത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴ ആയത് കാരണമാണ് ഗംഗയുടെ നിറം ഇങ്ങനെ ആയിരിക്കുന്നത്. അത് കുറച്ച് മഡിയാണ്. അപ്പോൾ പക്ഷേ ഈ ഒരു മഡി വാട്ടർ നമ്മളൊരു വെസലിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴേക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്നത് പോലെയാണ്. സോ ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മുടെ ആശ്രമത്തിൻ്റെ ചെറിയൊരു എക്സ്റ്റൻഷനാണ് അവിടെ, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് ഗംഗാ നദിയോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ സ്റ്റേ ഉണ്ട്. ആശ്രമം ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെയാണ്. ഇതാണ് സത്സംഗ് ഹാള്. സത്സംഗ് ഹാളിൻ്റെ വീഡിയോ ആണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്. സത്സംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള വീഡിയോ ആണ് നേരത്തെ കണ്ടത്. സത്സംഗ് ഹാളിൽ നിന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവർ വ്യൂ ഉണ്ട്. കുഷൻസ്, സത്സംഗ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് കുഷൻസൊക്കെ വെച്ച് ഇരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആശ്രമം ഭയങ്കര ക്രാംഡായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത്രയും സ്പേസ് ഉള്ളതുപോലെ കാണാൻ പറ്റില്ല. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള യോഗ ഹാളാണ്. ഇവിടെയാണ് സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ട് യോഗ ആസന പ്രാക്ടീസ് ഒക്കെ നടത്തുന്നത്. ഇതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ വേറൊരു യോഗ ഹാളുണ്ട്. ഇവിടെയാണ് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അല്ലാതെ യോഗ വെക്കേഷന് വരുന്നവർ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ ഹാളാണിത്. ഇവിടെയാണ് സ്റ്റാഫിൻ്റെ ഡോർമെട്രി ഉള്ളത്. അവിടെ നമുക്ക് നമ്മൾക്ക് ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആക്കാൻ വേണ്ടിയുള്ള സ്പേസാണ്. പിന്നെ നമ്മുടെ ആശ്രമത്തിന് ചെറിയൊരു ലൈബ്രറി ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസാണിത്. ഇവിടെ നമുക്കിരിക്കാം. എന്നിട്ട് ഇവിടെ ഇഷ്ടം പോലെ എല്ലാം യോഗ റിലേറ്റഡ് ആയിട്ടുള്ള, റിലീജിയസ് യോഗ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഉപനിഷത്തുകൾ, കുറേ ബുക്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളക്ഷൻസ് ഉള്ള ബുക്സാണ്. ഇത് വേറൊരു ആശ്രമത്തിൻ്റെ വേറൊരു സൈഡാണ്. നമ്മൾ നേരത്തെ കണ്ട ടെമ്പിള് താഴെയാണ്. ടെമ്പിളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്, സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെ നിന്നും ഹിമാലയ പർവ്വതങ്ങളുടെ നല്ല വ്യൂ ഉണ്ട്. പനോറാമിക് വ്യൂ പോലത്തുള്ളൊരു വ്യൂ ആണ്. നമുക്ക് ഇനി ആശ്രമത്തിൻ്റെ പുറത്ത് എങ്ങനെയാണ്, എന്താണ് വ്യൂ എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആശ്രമം.
ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇതിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. 2 വീലേഴ്സ് പോകാറുണ്ട്. നമ്മുടെ ഘാട്ടിൻ്റെ ഇപ്പറേ ഭാഗവും അപ്പറേ ഭാഗവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇവിടെ ഒരു വില്ലേജ് തന്നെ ഉണ്ട്. വില്ലേജും ആൾക്കാരും സ്കൂളും ഒരു മൗണ്ടൻ ലൈഫ്, ഗാവ് പഹാടി ലൈഫ് എന്ന് പറയും. പഹാടി ലൈഫിൻ്റെ ഒരു വില്ലേജും മൊത്തം അപ്പുറത്തെ സൈഡിലുള്ള ആകെ ഒരേ ഒരു വഴി എന്ന് പറയുന്നത്, അപ്പുറത്തുള്ള ആൾക്കാർക്കുള്ള വഴി എന്ന് പറയുന്നത് ഈ ഒരു ബ്രിഡ്ജാണ്. അപ്പുറം ഇപ്പുറവും ഗംഗാനദി. ആക്ച്വലി ഫൺ ഫാക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഉത്തരകാശിയിലുള്ള നദി, ഇപ്പോൾ നിങ്ങൾ കണ്ട നദി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗംഗാ നദി അല്ല, ഇത് ഭാഗീരഥിയാണ്. ഭാഗീരഥി ഗോമുഖിലെ ഗ്ലേഷ്യർ മെൽറ്റായിട്ട് ഗംഗോത്രിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഉത്തരകാശി വഴി ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി കഴിയുമ്പോഴാണ് അവിടുന്ന് അളകനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവറും കൂടെ ഉണ്ട്. കേദാർനാഥിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു റിവർ. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്തിട്ട് പിന്നെ താഴേക്ക് ഒഴുകുന്ന വാരണാസിയിലേക്ക്, കാശിയിലേക്കൊക്കെ ഒഴുകുന്ന റിവറിനെയാണ് ഗംഗാ നദി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭാഗീരഥി എന്ന് പറയുന്ന റിവറാണ്. ഇതാണ് നമ്മുടെ ആശ്രമം. അപ്പുറത്തെ സൈഡിൽ നിന്നും നമ്മുടെ ആശ്രമത്തിൻ്റെ വ്യൂ ആണ്. അതാണ് നമ്മുടെ ബ്രിഡ്ജ്. നമ്മൾ ആശ്രമത്തിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ആണ് കൂട്ടീറിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. അണ്ടർ കൺസ്ട്രക്ഷനാണ്. ആഫ്റ്റർ 2 days ഇനോഗ്രേഷൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഗംഗ കാണാൻ പറ്റും. ഗംഗയിൽ നിന്നിട്ടുള്ള സ്റ്റേ ആണ്. 6 rooms ഉണ്ട് ടോട്ടൽ. ഒരു റൂമിൽ 2 പേർക്ക് കിടക്കാവുന്ന രീതിയിൽ ഡബിൾ ഷെയറിംഗ് ആയിട്ടുള്ള സെറ്റപ്പിലാണ് വെച്ചിരിക്കുന്നത്. ബാ സോ ഞാൻ ഈ ആശ്രമത്തിനെ പറ്റി ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവാനന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യോഗി ഋഷികേശിൽ ഉണ്ടായിരുന്നു. ശിവാനന്ദ സ്വാമിജി എന്ന് പറയുന്ന ആ സ്വാമിജിക്ക് ഒരു ഋഷികേശിലുള്ളൊരു മഠം ഉണ്ടായിരുന്നു, ആശ്രമം ഉണ്ടായിരുന്നു. ആ ആശ്രമത്തിലേക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമയം 90s, early 90s ഭയങ്കര ഫേമസ് ആയിരുന്നു. ഋഷികേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശിവാനന്ദ സ്വാമിജിയുടെ ശിവാനന്ദ കുട്ടീർ എന്ന് പറഞ്ഞിട്ടുള്ള ആശ്രമമാണ് എല്ലാവർക്കും അറിയുണ്ടാവുക. അത്ര ഫേമസ് ആയിരുന്നു ആ കാലത്ത് തന്നെ. അതുമാത്രമല്ല, ശിവാനന്ദ സ്വാമിജിക്ക് ആരെങ്കിലും കത്തെഴുതി കഴിഞ്ഞാൽ ആര് കത്തെഴുതിയാലും അവർക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യുക എന്നുള്ളത് ശിവാനന്ദ സ്വാമിജിയുടെ ഒരു വലിയൊരു ഫീച്ചർ, ഒരു ക്യാരക്ടറായിരുന്നു. സോ ശിവാനന്ദ സ്വാമിജിക്ക് കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ശിഷ്യന്മാരുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ചിന്മയ മിഷൻ ചിന്മയ മിഷൻ്റെ ഹെഡായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമിജി, ചിദാനന്ദ സ്വാമിജി, വിഷ്ണുദേവാനന്ദ സ്വാമിജി, പിന്നെ ഇഷ്ടം പോലെ സത്യാനന്ദ സരസ്വതി. യോഗയുടെ ഫീൽഡിലുള്ളവർക്ക് ഇവരൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പേരുകളാണ്. അതിനകത്ത് വിഷ്ണുദേവാനന്ദ സ്വാമിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വാമിജി ആസന പ്രാക്ടീസിൽ, യോഗയിലെ ആസന പ്രാക്ടീസിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ കാനഡയിലും അതേപോലെ ചില യൂറോപ്യൻ ഭാഗങ്ങൾക്കൊക്കെ പീസ് മിഷനൊക്കെ ആയിട്ട് ഭയങ്കര സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സ്വാമിജിയായിരുന്നു വിഷ്ണുദേവാനന്ദ. അപ്പോൾ വിഷ്ണുദേവാനന്ദ സ്വാമിജിയാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് TTC യോഗ ഫോറസ്റ്റ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാഡമിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 1980s ആ സമയത്തായിരുന്നു ഫസ്റ്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം വിഷ്ണുദേവാനന്ദ സ്വാമിജി കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം അത് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് വീണ്ടും അതുപോലത്തെയുള്ള കോഴ്സുകൾ ചെയ്യാനായിട്ട്
ഓരോരോ ആശ്രമങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ ഉത്തരകാശിയിൽ ഉണ്ടായിരുന്ന സമയത്ത് സ്വാമിജി ഈ ആശ്രമത്തിൽ താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗംഗോത്രിയിലും താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗംഗോത്രിയിൽ പോയ സമയത്ത് ഉണ്ടായിരുന്നത് അതായിരുന്നു. ഇന്നലെ ഞങ്ങൾ ആ ഗുഹയിലൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗുഹയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, താമസിച്ചിരുന്നില്ല, ഞങ്ങൾ പോയി വരികയായിരുന്നു ഗംഗോത്രിയിലേക്ക്. അപ്പോൾ അതാണ് ഒരു ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററി. അങ്ങനെയാണ് ഇങ്ങനത്തെയുള്ള ഓരോരോ ശിവാനന്ദ ആശ്രമങ്ങൾ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, എല്ലാ ഡിസൈപ്പിൾസും സ്വാമി ശിവാനന്ദൻ്റെ അണ്ടറിലുണ്ടായിരുന്ന എല്ലാ ഡിസൈപ്പിൾസും ആ ഗുരുഭക്തി കാരണം ഏതൊക്കെ ആശ്രമം ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ പേര് ശിവാനന്ദ എന്നുള്ളതായിരിക്കും ഇട്ടുണ്ടാവുക. അത് അവരുടെ ആ ഗുരുവിന് കൊടുക്കുന്ന ഒരു ഭക്തിയുടെ ഒരു പ്രതീകമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശിവാനന്ദ ആശ്രമം എല്ലാം ഒരേ ബ്രാൻഡാണെന്നുള്ളത് ആരും കരുതരുത്. ഓരോരുത്തർക്കും ഓരോരോ ഹെഡ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ഹിസ്റ്ററി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ആ ശിവാനന്ദ സ്വാമിജിയുടെ ഡിസൈപ്പിൾ ആയിരുന്നിരിക്കും. ഇതാ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലമാണ്, ഇതാ അവിടെ ഫ്ലാഗ് ഉള്ള വിഷ്ണുദേവാനന്ദ സ്വാമിജിയുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഭാഗത്താണ് വിഷ്ണുദേവാനന്ദ സ്വാമിജീനെ ജലസമാധി ചെയ്തത്. ഇവിടെ ഈ ഭാഗത്താണ് ജലസമാധി ചെയ്തത്. ഇതാണ് ഭാഗീരഥി നദി. വിഷ്ണുദേവാനന്ദ സ്വാമിജിയുടെ ഫോട്ടോ ആണത്. അവിടെയാണ് വിഷ്ണുദേവാനന്ദ സ്വാമിജിയുടെ ജലസമാധി നടത്തിയത്. ഈ ഭാഗത്തായിട്ടാണ്, ആശ്രമത്തിനോട് തൊട്ടടുത്ത്.